ഗ്രാമ-നഗര വ്യത്യാസമില്ലാതെ കോട്ടയം ജില്ലയിൽ തെരുവുനായ ശല്യം രൂക്ഷമാണ്. പ്രശ്നം പരിഹരിക്കാനായി ജില്ലയിൽ 7 ABC കേന്ദ്രങ്ങൾ തുറക്കുമെന്ന പ്രഖ്യാപനം കടലാസിൽ മാത്രം ഒതുങ്ങി. ഭീമമായ ചിലവും സ്ഥലം ലഭിക്കാത്തതുമാണ് ABC സെന്ററുകൾക്ക് തിരിച്ചടിയായത്. കഴിഞ്ഞ ദിവസം പഠനത്തിനായി മദ്രസയിലേക്ക് പോയതാണ് ഇരട്ടിപ്പട്ട സ്വദേശികളായ അസ്നയും ഇശൽമിനിയും. എന്നാൽ വഴിയിൽ വച്ച തെരുവ് നായ്ക്കൾ ഇരുവരുടെയും പിന്നാലെ പാഞ്ഞു. ജീവനും കയ്യിൽ പിടിച്ച് ആദ്യം കണ്ട വീട്ടിലേക്ക് ഈ 2ാം ക്ലാസ്സുകാരികൾ ഓടിക്കയറി. മദ്രസയിൽ പോയി തിരിച്ചു വന്നപ്പം ആ പട്ടിയുടെ കുര കേട്ടപ്പം ഞങ്ങൾ ഓടി. അപ്പം മുമ്പിൽ ആളുണ്ടായിരുന്ന അവൾ മുമ്പിൽ കയറി ഓടി. എൻ്റെ കാലപ്പം വേദനിച്ച് ഞാൻ ഒരു സ്ഥലത്ത് പിടിച്ചു നിന്നപ്പോൾ ആ പട്ടി ഓടി വന്നു. അപ്പം ഞാൻ ഒരു ടേബിളിൻ്റെ അടിയിൽ കയറി ഒളിച്ചിരുന്നു. ആ പട്ടി പോയപ്പം ഞങ്ങൾ ഇറങ്ങി വന്നു. ഭാഗ്യം കൊണ്ടുള്ള രക്ഷപ്പെടൽ. ഇങ്ങനെ ഓരോ ദിവസവും തെരുവ് നായ്ക്കളിൽ നിന്ന് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെടുന്ന എത്രയോ പേർ. സുരക്ഷിതമെന്ന് കരുതുന്ന വീടിനുള്ളിലേക്ക് വരെ എത്തുന്ന തെരുവ് നായ്ക്കൾ. നമ്മുടെ ഇവിടെ എല്ലാം ആണെങ്കിൽ കുറേ പറമ്പുകളും കുറേ വീടുകളും ഉണ്ട്, ഇയാൾ താമസം ഇല്ലാത്തതും അങ്ങനെയെല്ലാം കിടക്കുന്നത്. അതിൻ്റെ ഇടയിലാണ് ഈ പട്ടികളെല്ലാം ഇങ്ങനെ കൂടി കിടന്ന് അവിടെ കിടന്ന് കുഞ്ഞുങ്ങളും ഉണ്ടായി. അങ്ങനത്തെ ഒരു സംഭവമാണ് ഇപ്പം നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. തെരുവ് നായ്ക്കളുടെ വന്ധ്യംകരണത്തിനായി ആരംഭിച്ച ABC സെന്ററുകളും ബലം കണ്ടില്ല. കോട്ടയം ജില്ലയിൽ 7 ABC സെന്ററുകൾ തുടങ്ങാനാണ് ജില്ലാ പഞ്ചായത്ത് പദ്ധതിയിട്ടത്. എന്നാൽ ഇതുവരെ തുടങ്ങിയത് ആകെ ഒരെണ്ണം മാത്രം. അതിൻ്റെ അവസ്ഥ ഇതാണ്. കരാർ ജീവനക്കാരുടെ കാലാവധി കഴിഞ്ഞ ഡിസംബറിൽ അവസാനിച്ചതിനാൽ നിലവിൽ ഇവിടെ പ്രവർത്തനമില്ല. കോട്ടയം നഗരസഭയുടെ കീഴിലുള്ള കെട്ടിടത്തിലാണ് സെന്റർ പ്രവർത്തിക്കുന്നത്. ഇതേ കോമ്പൗണ്ടിൽ തന്നെയാണ് ഹരിതകർമ്മസേനയുടെ മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി സെന്റർ. പ്രഖ്യാപിച്ച ബാക്കി ABC സെന്ററുകൾ എപ്പോൾ തുടങ്ങുമെന്നോ നിലവിലുള്ളതിൽ ജീവനക്കാരെ എപ്പോൾ നിയമിക്കുമെന്നോ അധികാരികൾക്ക് ഉത്തരമില്ല. തൽക്കാലം നായ്ക്കളുടെ കടി കൊള്ളാൻ മാത്രമേ വിധിയുള്ളൂ. മാതൃഭൂമി ന്യൂസ്, കോട്ടയം.